ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സ്കൂളുകളിലെ ഉച്ചക്കഞ്ഞി കൊടുക്കുന്ന പരിപാടിയെ വേണ്ട. ഞാൻ അതൊക്കെ നിർത്തലാക്കും. ഉപ്പുമാവും തൊപ്പിപ്പാളയൊന്നും വേണ്ട. ഓ, റവയ്ക്കൊക്കെ ഇപ്പൊ വലിയ വിലയാ. ഇപ്പൊ പഴയ പോലെ പുഴുവരിക്കുന്ന റവയൊന്നും ഇല്ല. ഉണ്ടായിരുന്നെങ്കിലേ ഉപ്പുമാവ് കൊടുക്കായിരുന്നു. ഛർദിലും ഒഴിച്ചിലും ആയേ കൊറേ ശല്യങ്ങള് പള്ളിക്കൂടത്തുനിന്ന് പോയി കിട്ടിയേനെ. ആ ശരി ശരി, വിദ്യാഭ്യാസ മേഖല ഞാൻ മൊത്തത്തിലൊന്ന് ഉടച്ചു മാറ്റും. അല്ല, ആര്യപുത്രനും ആര്യപുത്രിയും കൂടെ എവിടെ കറങ്ങി നടക്കുമായിരുന്നു? ഇവര് കേറിയ ഉടനെ മന്ത്രിസ്ഥാനം രാജിവെച്ച് ബാലെ ട്രൂപ്പ് തുടങ്ങി. ബാലയിലെ ഡയലോഗ് പറയുന്നു. കളിയാക്കുന്നുണ്ടാ? അയ്യോ, കളിയാക്കിയതല്ല റെസ്പെക്ടഡ് മിനിസ്റ്റർ, ഒരു സത്യം പറഞ്ഞതാ. സ്വന്തം തന്ത ഇവിടെ മരണത്തോട് മല്ലിടുന്നു. അവനും അവളും കൂടെ അർമാദിച്ച് നടക്കുവാ. നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എന്നെ ഉപദേശിക്കാനും ശാസിക്കാനും വരരുതെന്ന്. ഉപദേശിച്ചാലും ശാസിച്ചാലുവേ നീ എന്നെ എന്ത് ചെയ്യൂടി? എന്ത് ചെയ്യും? നിങ്ങളെ അങ്ങ് തട്ടിക്കളഞ്ഞിട്ട് ജയിലിൽ പോവാനുള്ള വിഡ്ഢിത്തരമൊന്നും ഞാൻ കാണിക്കില്ല. പക്ഷേ ഞങ്ങള് കൊല്ലാതെ കൊല്ലും. ആ കാര്യം മറക്കണ്ട. പോടി അവിടുന്ന്, കിടന്ന് ചെലക്കാതെ. ഞാനിപ്പോ ആരാന്ന് നിനക്കറിയാമോ? ഈ സംസ്ഥാനം ഭരിക്കുന്ന ഒരു മന്ത്രിയാ. മന്ത്രിക്ക് പിന്നാലെ ഇടിവാളുമായി ഒരു ഇണ്ടാസ് വരുന്നുണ്ട്. അതിനെ ഞങ്ങൾ സുപ്രീം കോർട്ടിൽ ഒരു വക്കീലിനെ കാണാൻ പോയത്. പെറ്റീഷൻ മൂവ് ചെയ്യും ഉടനെ. അന്വേഷണം 1 2 നമ്പർ 1, ജഗന്നാഥന്റെ കൊലപാതകം യഥാർത്ഥ കുറ്റവാളി ആര്? ഇനി നമ്പർ 2, വിദ്യാഭ്യാസ മന്ത്രി പ്രതാപവർമ്മ സാറിനെ ബോംബ് വെച്ച് കൊലപ്പെടുത്താൻ നോക്കിയത് ആര്? കേന്ദ്ര ഏജൻസികളാണ് ഈ കേസ് അന്വേഷിക്കാൻ പോകുന്നത്. ഈ ഗൂഢാലോചനയില് ആരൊക്കെ ഉണ്ടായിരുന്നോ അവരൊക്കെ കുടുങ്ങും. കരുതി നടന്നോ? അധികകാലം മന്ത്രി കസേരയിൽ കയറി മെഴുകാവെന്ന് വിചാരിക്കണ്ട. തീരൂ ഇതൊക്കെ. ഇല്ലെങ്കി തീർക്കും ഞങ്ങള്. വരാജു, ഞാൻ പറഞ്ഞില്ലേ, അവളുടെ തനി പകർപ്പ ആ തലതെറിച്ച ചെക്കൻ. അവനോ അവക്കോ സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ അവനേതറ്റം വരെയും പോകും. മോള് സൂക്ഷിക്കണേ. അകലേ നോവിനാലേ